അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അദ്ദുആഉ ലാ യുറദ്ദു ബൈനൽ അദാനി വൽ ഇഖാമത്തി. ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിലുള്ള ദുആ അള്ളാഹു മടക്കപ്പെടുകയില്ല, അള്ളാഹു തട്ടപ്പെടുകയില്ല, അള്ളാഹു അത് സ്വീകരിച്ചിരിക്കും. വളരെ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ട ഒരു സമയമാണ് ബാങ്കും ഇഖാമത്തിൻ്റെ ഇടയിലുള്ള സമയം. പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സമയമാണ്. അത്രമാത്രം ഗൗരവമുള്ള ഒരു സമയമായതുകൊണ്ട് ആ സമയത്ത് റബ്ബിനോട് നമ്മൾ എന്തു ചോദിച്ചാലും അള്ളാഹു ഉത്തരം നൽകുന്നതാണ് എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ വളരെ ഗൗരവത്തോടു കൂടെ ഒരു ദിവസം ഏകദേശം ഒരു 5 സമയം ആ സമയം കിട്ടുമല്ലോ. ഒന്ന് സുബഹിൻ്റെ ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെ ഇടയിലുള്ള സമയം, മറ്റൊന്ന് ളുഹ്ർ, അസർ, മഗ്രിബ്, ഇശ. അങ്ങനെ ഒരു ദിവസം ഒരു 5 നേരം കിട്ടുന്ന ഒരു ചെറിയൊരു സമയമാണ് ബാങ്കും ഇഖാമത്തിൻ്റെ ഇടയിലുള്ള സമയം. ആ സമയത്ത് നമ്മുടെ ഗൗരവത്തോടു കൂടെ സുന്നത്ത് നിസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ നിസ്കരിച്ച് റബ്ബിനോട് ഒരു ചെറിയ സമയമെങ്കിലും നമുക്ക് ആവശ്യമുള്ളതൊക്കെ ചോദിക്കാൻ നോക്കണം. മുത്തനബിയാണ് പറയുന്നത്, അദ്ദുആഉ ലാ യുറദ്ദു. ആ സമയത്തുള്ള ദുആ അള്ളാഹു മടക്കപ്പെടുകയില്ല, അള്ളാഹു തട്ടിക്കളയുകയില്ല എന്ന് മുത്തനബി പറയുന്നു. ഈ ഹദീസിൽ വീണ്ടും കാണാം, അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖാലു, അപ്പോൾ ഈ വിഷയം സ്വഹാബാക്കളോട് മുത്തനബി പറഞ്ഞപ്പോൾ അവിടെ മുത്തനബിയോട് അവർ ചോദിക്കുകയാണ്, ഫമാദാ തഖൂലു യാ റസൂലല്ലാഹ്, നമ്മൾ ആ സമയത്ത് എന്താണ് ചോദിക്കേണ്ടത്? എല്ലാവരും മുത്തനബിയിൽ നിന്ന് അവർ കേട്ടുപഠിക്കുകയാണ്. ദ്വാരക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ആ സമയത്ത് എന്താണ് നബിയെ നമ്മൾ കൂടുതൽ ചോദിക്കേണ്ടത് എന്നും അവിടുന്ന് സ്വഹാബാക്കൾ മുത്തനബിയോട് ചോദിച്ച് മനസ്സിലാക്കുകയാണ്. എന്താണോ ചോദിക്കേണ്ടത് അതും കൂടി മുത്തനബി പറഞ്ഞാൽ അത് ഒന്നും കൂടി ഗൗരവമാകുമല്ലോ. അതുകൊണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ശറഫാകപ്പെട്ട നാക്കിലൂടെ എന്താണ് ചോദിക്കേണ്ടതെന്നും കൂടി മുത്തനബി പറഞ്ഞാൽ അതുമാത്രം ചോദിച്ചാൽ അതിന് വലിയൊരു ഫളലുണ്ടാവുമല്ലോ എന്ന് കരുതി സ്വഹാബാക്കൾ മുത്തനബിയോട് ചോദിക്കാണ്, നമ്മൾ എന്ത് പറയണം നബിയെ? ആ സമയത്താണ് മുത്തനബി പറഞ്ഞത്, സല്ലല്ലാഹ അൽ ആഫിയത ഫിദ്ദുനിയ വൽ ആഖിറ. അല്ലാഹുവിനോട് നിങ്ങൾ ചോദിക്കേണ്ടത് ആഫിയത്തിനെയാണ്. ദുനിയാവിലും ആഖിറത്തിലും ആഫിയത്തിനെ ചോദിക്കുക വലിയൊരു വിഷയമാണ്. ആഫിയത്തുള്ളത്, ആരോഗ്യമെന്നുള്ളത് റബ്ബിനോട് എന്നും ചോദിക്കേണ്ട വിഷയമാണ്. ഇന്നത്തെ കാലഘട്ടത്ത് വളരെ ഗൗരവത്തിൽ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ആഫിയത്തും ആരോഗ്യമെന്നുള്ളത്. കാരണം പേടിപ്പെടുത്തുന്ന എത്രയോ രോഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നാം കേൾക്കുകയാണ് ഓരോരോ രോഗങ്ങളൊക്കെ നമ്മുടെ കുടുംബത്തിൽ നാം അറിയപ്പെടുന്നവരിൽ നാമുമായി ബന്ധപ്പെട്ടവരിൽ എന്തെല്ലാം രോഗങ്ങൾ നമ്മളിങ്ങനെ കേൾക്കുകയും പേടിക്കുകയും ചെയ്യുകയാണ്. ഈ സമയത്താണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നവൻ, ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തുന്നവൻ അല്ലാഹു അല്ലാതെ നമ്മളെ കൊണ്ടൊന്നും സാധിക്കുകയില്ല. എല്ലാം ആരോഗ്യം തരുന്നവൻ, ഈ ശരീരം തന്നെ തന്നവൻ അവനാണ്. ഇതിനൊക്കെയും ഇതുവരെ ആരോഗ്യം തന്ന് സംരക്ഷിച്ചതും അവനാണ്. അവനോട് നന്ദിയുള്ളവരാവുകയും അവനോട് ആരോഗ്യം ചോദിക്കുന്നവരാവുകയും വേണം. അതാണ് റബ്ബിനോട് വളരെ ഗൗരവത്തോടു കൂടെ ചോദിക്കേണ്ടത്. എല്ലാത്തിനും തൗഫീക്ക് കിട്ടണമെങ്കിൽ നിസ്കരിക്കാനോ ഖുർആനോദാനോ മറ്റുള്ള എന്തിനും ഒരു നല്ലൊരു സന്തോഷം, ആ നല്ല മനസ്സ്, നല്ല റാഹത്ത് കിട്ടണമെങ്കിൽ ആരോഗ്യം വേണ്ടേ? ആരോഗ്യമില്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ? അപ്പോൾ റബ്ബിനോട് വളരെ ഗൗരവത്തോടു കൂടെ ചോദിക്കേണ്ടത് ആഫിയത്തിനെയാണ് എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. മഹാന്മാരൊക്കെ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് കാണാം, വമഅനൽ ആഫിയത്തി അസ്സലാമത്തു അനിൽ അസ്ഖാമി വൽ ബലായ. ആഫിയത്ത് എന്ന് പറഞ്ഞാൽ
രോഗങ്ങളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷപ്പെടലാണ്, രക്ഷ ചോദിക്കലാണ്. അതുകൊണ്ടാണ് ദുനിയാവിലും ആഖിറത്തിലും ആഫിയത്തിന് ചോദിക്കുക എന്ന് പറഞ്ഞത്. അതേ ആഖിറത്തിലും ആഫിയത്ത് വേണമല്ലോ, ആഖിറത്തിലും രക്ഷ വേണമല്ലോ. അതേ ദുനിയാവിലും കേവലം ആരോഗ്യം മാത്രമല്ല, ആഫിയത്ത് ചോദിക്കലോട് കിട്ടുന്ന പ്രതിഫലം എല്ലാ മുസീബത്തിൽ നിന്നും എല്ലാ വേദനകളിൽ നിന്നും റബ്ബിനോട് രക്ഷ ചോദിക്കുക, റബ്ബിനോട് സലാമത്ത് ചോദിക്കുക, അത് ദുനിയാവിലും ആഖിറത്തിലും. അപ്പോൾ റബ്ബിനോട് നാം എന്നും ആ സമയത്ത് യാ അല്ലാഹ്, വളരെ ഗൗരവമുള്ള സമയമാണല്ലോ മുത്തനബി പറഞ്ഞത്, ഒരിക്കലും ആ ദുആ മടക്കപ്പെടുകയില്ല. ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിലുള്ള സമയം ഒരിക്കലും കൈവിട്ടു പോകരുത്, മറന്നു പോകരുത്. ആ സമയത്ത് റബ്ബിനോട് അല്ലാഹുവേ, ഈ ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് നല്ല ആഫിയത്ത് നൽകണേ, ആരോഗ്യം നൽകണേ, എല്ലാ മുസീബത്തിൽ നിന്നും എല്ലാ ബുദ്ധിമുട്ടിൽ നിന്നും എല്ലാ വേദനയിൽ നിന്നും എന്നെ നീ രക്ഷപ്പെടുത്തണേ എന്ന് റബ്ബിനോട് ഗൗരവത്തോടു കൂടെ ഈ ചോദ്യം എന്നും ചോദിക്കുന്നവരാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കൽ പോലും ആ സമയം നഷ്ടപ്പെടുത്താതെ നല്ല നിലക്ക് അതിനെ ഉപയോഗിക്കാൻ ഗൗരവത്തോടു കൂടെ കാണാൻ അവൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.